ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ ആത്മ നമസ്തേ. ഇന്നത്തെ എനർജി നോക്കാം. ഇന്ന് ദ ഫൂൾ, ദ ഹാങ്ഡ് മാൻ, ടു ഓഫ് സോട്ട്സ്, ഈ 3 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ കറണ്ട് എനർജി? ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇന്നത്തെ ഒരു ഓവറോൾ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. ഒരു എനർജി കണക്ഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കണ്ടാലോ? നമുക്ക് നോക്കാം. ദ ഫൂള് ഒരു പുതിയ തുടക്കം, റിസ്ക് എടുക്കാനുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ ഒരു പുതിയത് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം, ആവേശമൊക്കെ മനസ്സിലോട്ട് കൊണ്ടുതരും. അതായത് പുതിയ എന്തെങ്കിലും തുടങ്ങണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പോയി സംസാരിച്ചാലോ, ഇങ്ങനെയൊക്കെയുള്ള ഇമ്പൾസീവായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. ഒന്ന് ജോബ് ഒന്ന് മാറിയാലോ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഫൂളിൻ്റെ എനർജി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. എന്താണ് ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത് നോക്കിയപ്പോൾ ദ ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ്. അതായത് വേറൊരു പെർസ്പെക്റ്റീവിൽ കൂടെ നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് കണ്ടു നോക്കാൻ. അപ്പം നമ്മൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട, മറ്റ് ആൾക്കാരുടെ റെസ്പോൺസും കൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ചില സാക്രിഫൈസസ് വേണ്ടി വരാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, വേറൊരു ആംഗിളിൽ കൂടെ കാര്യങ്ങൾ കാണാൻ നോക്കുക. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ അവസ്ഥ അത് തന്നെ മുന്നോട്ട് തുടരാനാണ് സാധ്യത. അപ്പോൾ കരിയറിൽ ജമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ ക്ലാരിറ്റി കാണത്തില്ല. കാരണം ഹാങ്ഡ് മാൻ എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആക്കുന്ന ഒരു എനർജി പോലെയാണ്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ 2 ഓഫ് സോട്ട്സ് ആണ് വന്നത്. അപ്പോൾ ഇന്ന് ഡിസിഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇന്ന് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട, കാരണം ഇമോഷണലായിട്ട് വലുതായിട്ട് റിയാക്ട് ചെയ്യേണ്ട. കാരണം മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ 2 ഓഫ് സോട്ട്സ്. കാരണം നമുക്കൊരു ഡിസിഷൻ, ഫൈനലായിട്ടുള്ളൊരു ഡിസിഷനിൽ എത്താനായിട്ട് ഒരു കൺഫ്യൂഷനുള്ളൊരു കാർഡാണ്. അപ്പോൾ വലിയ ഡിസിഷനൊന്നും എടുക്കേണ്ട, പോസ്റ്റ്പോൺ ചെയ്യാം. കൂടുതൽ ഒബ്സർവ് ചെയ്താൽ മതി. പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ. ഈ ഫൂള് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കൊണ്ടുതരും. പക്ഷേ ഹാങ്ഡ് മാൻ നിങ്ങളെ ഒബ്സ്റ്റക്കിളാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. 2 ഓഫ് സോട്ട്സ് പറയുന്നത് ഇന്ന് ഡിസിഷൻ എടുക്കേണ്ടതാണ്. വലിയ ഡിസിഷൻസൊക്കെ ഇന്ന് മാറ്റിവെക്കാം. തുടങ്ങാനുള്ള ആവേശം ഉണ്ടാകും, പക്ഷേ തീരുമാനത്തിനുള്ള സമയം ഇതല്ല എന്നാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു എനർജി. അപ്പോൾ ഒരു അഡീഷണൽ കാർഡ് കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എനർജി എന്താണെന്നൊക്കെ മനസ്സിലായതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ന്യൂട്രലായിട്ട് സത്യസന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. ചിലപ്പോൾ അത് റിയാലിറ്റി ഫേസ് ചെയ്യേണ്ടി ഒക്കെ വരുന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റിയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുക്കാം. പക്ഷേ ക്ലിയർ ആയിരിക്കണം. അതൊരു വാർണിംഗ് കാർഡായിട്ടാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അതായത് പുതിയ വഴി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, പക്ഷേ അതിൽ വരുന്ന സത്യങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അതാണ് ജസ്റ്റിസ് കാർഡ്. ഒരു അഡീഷണൽ ക്ലാരിറ്റിക്ക് വേണ്ടി എടുത്താണ്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.